നോക്കുമ്പോ എത്രയോ ആള് വന്നു നടത്തുമ്പോ പറഞ്ഞു, മക്കളെ ഇവരെ കണ്ടോ, ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറയുമ്പോ ടീച്ചർ സ്ഥിരം നമ്മൾ കേട്ട് മടുത്തൊരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഒരു കാലം ഇതുപോലെ പഴുത്ത് വീഴും. അപ്പോ ചിരിക്കാൻ പാടുണ്ടോ? അപ്പൊ കുട്ടികളെല്ലാം ഇല്ലാന്ന്. അപ്പൊ ഒരു കുട്ടി എണീറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താ? പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാണ്ട് എന്നാ പതുക്കാണ്ടിരിക്കുവോ? എന്തായാലും പക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേന്ന്. മനസ്സിലായോ? ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. ചോദ്യമാണ് പ്രധാനം. ഉദ്ദാലകാരിണിയോട് പഠനം പൂർത്തിയാക്കി വന്ന ശ്വേതകേതു ചോദിച്ചു, പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്ന്? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഈ ചോദ്യമാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനാക്കി. അറിയണം, ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പഴക്കത്തെ കുറിച്ചാണ് ഇവരെന്നോട് പറഞ്ഞത്. ഇവിടുത്തെ ദൈവങ്ങൾ, ഇവിടുത്തെ തെയ്യം, എന്താ തെയ്യം, തറയെന്താ? ഈ ഭൂമിയിൽ എല്ലാ ഒരുപാട് ദൈവങ്ങളെ പറ്റി ഞാൻ പഠിച്ചു. പക്ഷേ എല്ലാ ദൈവങ്ങളും ആകാശത്തുനിന്ന് ഇറങ്ങി വരിക. ആകാശത്താണ്, സ്വർഗത്തിലാണ്, അല്ലേ? ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ക്രിസ്ത്യാനികൾ പറയും, നമ്മളോ സ്വർഗത്തിൽ, അല്ലേ? സ്വർഗം. എന്നാൽ മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ട ദൈവങ്ങൾ നമ്മുടെ ഈ കേരളത്തിലും മലബാറിലും മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടു. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അല്ലേ? പന്തളത്തെ രാജാവ് എടുത്തു വളർത്തി അനാഥബാലനല്ലേ? കുളത്തൂ പുഴയിലെ ബാലകനീ അച്ഛൻ കോവിലാണ്ടവനേ ആര്യൻ കാവിൽ അയ്യനേ അനാഥ ബാലകനേ സ്വാമി. കേട്ടില്ലേ? ആ പയ്യനാണ് അയ്യപ്പനായി ഉയർത്തപ്പെട്ടത്. മനുഷ്യൻ ദൈവമായതാ. അട്ടപ്പാടിയിൽ കുന്നിന്റെ മേലെ കയറി നിന്ന് നോക്കിയാൽ കോയമ്പത്തൂർ പട്ടണം കാണാൻ കിഴക്കോട്ട് നോക്കിയാൽ. പക്ഷെ ഒരു ഭാഗം കാണൂല. അതിന്റെ നടുക്കൊരു മലയുണ്ട്. ആ മലയുടെ പേര് മരുതുമലയാണ്. ആ മരുതുമലയിൽ ഒരു കോണ കൊടുത്ത് നടക്കുന്ന ഒരു പാവം പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് മുരുകൻ എന്നായിരുന്നു. ആ മുരുകനാണ് പളനി അണ്ടവനായി ഉയർത്തപ്പെട്ടത്. കീരവാണിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? മരുതുമലൈ വാണവനേ മുരുകയ്യ. കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിനടുത്ത് എരിവേശി എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്തൊരു നാടുവാഴി ഉണ്ടായിരുന്നു, അയ്യങ്കര നാടുവാഴി. അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുറ്റിയമ്മ. അവർക്ക് മക്കളില്ല. ആ മക്കളില്ലാത്ത സങ്കടവും അനുഭവിച്ചു നിൽക്കുമ്പോ എരിവേശിപ്പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ തൊട്ടിലൂടെ ഒരു കുട്ടി ഒഴുകി വരുന്നു. ആ കുട്ടിയുടെ നെറ്റി ഒരു കല്ലിൽ പോയി തട്ടി നിന്നു. ആ കല്ലിന് ഇപ്പോഴും അറിയപ്പെടുന്നത് തിരുനെറ്റിക്കല്ല് എന്നാണ്. ആ കുട്ടിയെടുത്ത് മാറോട് ചേർത്ത് പുണർന്ന് വളർത്തി. ആ കുട്ടിയാണ് പറശ്ശിക്കടവ് മുത്തപ്പനായത്. കരുവന്നൂർ വീരനാവട്ടെ, മുച്ചിലോട്ട് ഭഗവതിയാവട്ടെ, കുളിയൻ എന്ന പയ്യൻ ഗുളികനായി. ചാത്തൻ എന്ന പയ്യൻ, ചാത്തന്റെ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര നോവലിനേക്കാൾ ഭയങ്കര ചാത്തന്റെ കഥ വായിച്ചിട്ടുണ്ടോ? ആ ചാത്തൻ എന്ന പയ്യൻ, അവൻ കുട്ടിച്ചാത്തൻ, കുട്ടിശാത്തപ്പനായി. അല്ലേ? നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ കടത്തനാട്ടിലെ വീരനായിരിക്കുന്ന തച്ചോളി ഒതേനൻ, എന്റെ നാട്ടിൽ മാനന്തേരി, പട്ടിലേരി, മടപ്പുരക്ക തെയ്യ, ഒതേനൻ തെയ്യ. മനസ്സിലായോ? മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ തെയ്യങ്ങൾ. ഇവിടെ തെയ്യം, ഞാൻ വരുമ്പോ തെയ്യം കണ്ടു. തെയ്യങ്ങളെ നമ്മൾ വേണ്ടത്ര ഉൾക്കൊണ്ടോ? നേർച്ച കൊടുക്കുന്ന ദൈവം മാത്രമായി കാണരുത്. കലയും പ്രകൃതിയും മനുഷ്യനും ചേരുന്ന, കലയും പ്രകൃതിയും ദൈവവും മനുഷ്യനും ചേരുന്ന അത്ഭുത പ്രതിരൂപമാണ് ദൈവം. ജർമ്മനിയിലെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റി ലോകത്ത് ഏറ്റവും പ്രശസ്തമായ പുസ്തകം എഴുതിയ ഹെഗൽ, അദ്ദേഹം KK മാരാരുടെ കൂടെ മലബാറിൽ വന്ന് തെയ്യങ്ങളെ കണ്ടു. തെയ്യങ്ങളെ കണ്ടിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്റെ പുസ്തകം അപൂർണമായി പോയി. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയിട്ട് ഞാൻ നടത്തിയ പഠനങ്ങളെല്ലാം അപൂർണമാണ് ഈ തെയ്യങ്ങൾ കണ്ടപ്പോ. എന്താ?
തെയ്യം കാവുകളിലാണ്, അമ്പല ക്ഷേത്രങ്ങളിലല്ല. തെയ്യം കാവ് എന്ന് പറഞ്ഞാൽ എന്താ? കാവ് എന്ന് പറഞ്ഞാൽ അമ്പലമല്ല. കാവ് എന്ന് പറഞ്ഞാൽ ഭയക്കാണ്ടിട്ട കാടാ. എലഞ്ഞിച്ചോട്ടിൽ, ചെമ്പകച്ചോട്ടിൽ, കാഞ്ഞിരച്ചോട്ടിൽ, എടലച്ചോട്ടിലായിരുന്നു ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അവിടെ ദേവസ്ഥാനങ്ങൾ, കാടുകളായിരുന്നു. കാവ് തീണ്ടല്ല മക്കളെ, കുളത്തിലെ വെള്ളം പറ്റുമെന്ന് പറഞ്ഞത്. ആ പ്രകൃതിയും മനുഷ്യനും ദൈവവും പ്രളയജലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന 3 പ്രതിരൂപങ്ങളാണ്. അതിനെ ഒന്നിച്ച് കാണുന്നതാണ് ഈ കാവ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. ചിരപുരാതന ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് മണ്ണിനെയാണ്, ഭൂമിയെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ രാവിലെ എഴുന്നേറ്റ് നിലത്ത് ചവിട്ടുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നിലത്ത് കാലുകുത്തൂ. എന്റെ കാൽച്ച വിട്ട് പൊറുക്കണേ. ആ അമ്മയാണ് കുരു. കുരു എന്ന് പറഞ്ഞാൽ ഗോളമാണ്. ഗോളം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഉരുണ്ട് കിടക്കുന്ന ഗോളം. ഈ പ്രപഞ്ചത്തിന്റെ തനതുഭാവം ഗോളമാണ്. എല്ലാം ഗോളമാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഗോളമാണ്. അത് തനതുഭാവാണ്. ഇതാരാ ഉരുട്ടിവിട്ട്? ആര് ഉരുട്ടണ്ട, അങ്ങനെ നിൽക്കൂ പ്രകൃതി. നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, ആ വെള്ളം ആകാശത്തേക്ക് ഒഴിക്കുക. ആ ബക്കറ്റിന്റെ ഷേപ്പിൽ വെള്ളം നിൽക്കുവോ? ഇല്ല. എല്ലാം ഗോളമായിട്ട് മാറുന്ന കാണാം. ആരാ ഇത് ഉരുട്ടിവിടുന്ന? ആരും ഉരുട്ടണ്ട, തനിയെ ഉരുണ്ടോളും. അതാണ് ഉണ്മ. ഗോളാകൃതിയാണ്. ഈ ഗോളത്തിന്റെ പച്ചമലയാളാണ് കുരു. ഈ പ്രപഞ്ചത്തിലെല്ലാം കുരുക്കളാണ്. നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഭൂമിയും ഗ്രഹങ്ങളും എല്ലാം കുരുക്കളാണ്. അതിൽ ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. ഏത് കുരു അത്?